നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ സീറോ വെയിറ്റിംഗ് പീരീഡ് പ്ലാൻ. അതായത് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത ഒരു പ്ലാനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഹെൽത്ത് ഇൻഷുറൻസിലാണ്. പ്ലാൻ്റെ പേര് വന്നിട്ട് മണിപ്പാൽ സിഗ്ന സർവപുരം. ദ പ്ലാൻ നെയിം ഈസ് മണിപ്പാൽ സിഗ്ന സർവപുരം. സോ ദിസ് പ്ലാൻ ഹാസ് ഗോട്ട് എനി കൈൻഡ് ഓഫ് വെയിറ്റിംഗ് പീരീഡ്സ്. സോ when you are taking an insurance as a new customer, പുതിയതായിട്ട് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ, അതായത് നമ്മളിന്ന് വരെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, നമുക്ക് വേറെ ഇൻഷുറൻസ് ഒന്നുമില്ല, നമ്മളിന്ന് പുതിയതായിട്ടൊരു ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ, അതായത് ആസ് എ ന്യൂ കസ്റ്റമർ, സോ അതായത് നമ്മൾ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് നമുക്ക് അതായത് നമുക്ക് നോർമൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഡേ വണ്ണിൽ നിന്ന് ഫ്രം ഡേ വൺ ഒരേ ഒരു കാര്യം മാത്രമേ നമുക്ക് കവർ ആകത്തുള്ളൂ, ആക്സിഡൻ്റൽ കവറേജസ്, വിച്ച് മീൻസ് the accidental coverages only will be covered from day one. So which are inside accidents or outside accident. അതായത് ഇൻസൈഡ് ആക്സിഡൻ്റ് ആയാലും ഔട്ട്സൈഡ് ആക്സിഡൻ്റ് ആയാലും. ഇൻസൈഡ് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിനകത്ത് തെന്നി വീണാലും, ഇല്ല കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സമയം കളിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ അഡ്വഞ്ചറസ് സ്പോർട്സ് അല്ല. അഡ്വഞ്ചറസ് സ്പോർട്സ് ഒരിക്കലും ഇൻഷുറൻസ് കവർ ആകത്തില്ല. ജസ്റ്റ് നോർമൽ ഗെയിംസ് എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും തെന്നി വീണാലും, അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റുകൾ, ഇല്ല നമ്മൾ നടന്നു പോകുന്ന വണ്ടി ഇടിക്കുന്ന, അങ്ങനെയുള്ള കേസുകളിലെല്ലാം വന്നിട്ട് ഡേ വണ്ണിൽ നിന്ന് കവറാകും. പിന്നെ 30 days വരയ്ക്കും, 30 days, അതായത് 30 ദിവസം വരെ ഗ്രേസ് പീരീഡ് ഉണ്ട്. ഈ ഗ്രേസ് പീരീഡിന് ശേഷമാണ് നോർമലി നമ്മുടെ ഇൻഷുറൻസ് കവറാകുന്നത്. അതായത് സീസണൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഓരോരോ സീസണ് വരുന്ന ഡിസീസുകൾ, ഇപ്പോൾ മഴക്കാലത്ത് വരുന്ന അസുഖങ്ങൾ, ഇല്ലേ വേനൽ സമയത്ത് വരുന്ന അസുഖങ്ങൾ, അങ്ങനെ ഓരോ സീസണിൽ വരുന്ന ഡിസീസ് എല്ലാം വന്നിട്ട് നമുക്ക് 30 ദിവസം കഴിഞ്ഞിട്ട് ക്ലെയിം ചെയ്യാം, കവറാകും. സോ അതെന്നാന്നൊക്കെ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെങ്കു, മലേറിയ, കോവിഡ്, പിന്നെ പനി, ഇല്ല വൈറൽ ഫീവർ, യെല്ലോ ഫീവർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് കവറാകും. പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് വന്നിട്ട് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സുകളെല്ലാം 30 ഡേയ്സിന് ശേഷം നമുക്ക് കവറാകും. എടുത്തതിന് ശേഷം നമുക്ക് വരുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് എല്ലാം 30 ഡേയ്സിന് ശേഷം കവറാകും. പിന്നെ ഉള്ളത് 2 years വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങി വെച്ചിട്ടുണ്ട്, ആ ഹെൽത്ത് ഇൻഷുറൻസിൽ 2 വർഷം കഴിയുന്നത് വരെ നിങ്ങൾക്ക് മുട്ടുവേദന, മുതുകുവേദന, അതായത് ജോയിൻറ്റ് പെയിൻസ്, ഇല്ല കിഡ്നി സ്റ്റോണ്, ഹെർണിയ, കാറ്ററാക്റ്റ്, പിന്നെ നീ റീപ്ലേസ്മെൻറ്റ്, പൈൽസ്, വെരിക്കോസ് വെയിന്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ എടുത്തതിന് ശേഷം വന്നാൽ, അതായത് എടുത്തതിന് ശേഷം പോളിസി ആക്ടിവേഷൻ ആയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുവാണെങ്കിലും നമുക്ക് 2 വർഷം വരേക്കും കവർ ചെയ്യാൻ പറ്റത്തില്ല. 2 വർഷം കഴിഞ്ഞിട്ടേ കവർ ആകത്തുള്ളൂ. അതാണ് പുതിയതായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നവർ ഫോളോ ചെയ്യേണ്ട ഒരു വെയിറ്റിംഗ് പീരീഡ്. പിന്നെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് 3 വർഷത്തിന് ശേഷമേ കവർ ആകത്തുള്ളൂ. പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അതാണ് മിക്ക കമ്പനികളും കൊടുക്കുന്ന നമുക്ക് കൊടുക്കുന്നൊരു ബെനിഫിറ്റ്. ഇപ്പോൾ ഉള്ള കറൻ്റ്ലി നമുക്കുള്ള ഡിസീസിൻ്റെ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. മിക്ക കമ്പനികളും അത് കൊടുക്കുന്നുമുണ്ട്. സോ ഇതാണ് വെയിറ്റിംഗ് പീരീഡ്. പക്ഷേ മണിപ്പാൽ സിഗ്ന സർവപരം എന്ന് ചൊല്ലിയിട്ട് മണിപ്പാൽ സിഗ്ന കൊടുക്കുന്നൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ വന്നിട്ട് 0 വെയിറ്റിംഗ് പീരീഡ് ആണ്. ആ പ്ലാനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. മണിപ്പാൽ സിഗ്നൽ സർവപരം എന്ന് പറഞ്ഞ പ്ലാനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മണിപ്പാൽ സിഗ്ന വന്നിട്ട് മണിപ്പാൽ ഇന്ത്യൻ കമ്പനിയാണ്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റീസ്, സ്കൂൾസ്, കോളേജസ്, പിന്നെ ഹോസ്പിറ്റൽസ്, ആ ഗ്രൂപ്പാണ് മണിപ്പാൽ. പിന്നെ സിഗ്ന എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കൻ കമ്പനിയായ സിഗ്നയും ഇന്ത്യൻ കമ്പനിയായ മണിപ്പാലും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ് മണിപ്പാൽ സിഗ്ന. സോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മണിപ്പാൽ സിഗ്ന സർവപരം. സോ ഈ പ്ലാനിൽ 0 വെയിറ്റിംഗ് പീരീഡിലാണ് ഈ പ്ലാൻ കൊടുക്കുന്നത്. സോ ഈ പ്ലാനിന് എന്നൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മൾക്ക് കവറേജസ് എന്നൊക്കെ കിട്ടുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഈ പ്ലാൻ, അതായത് മണിപ്പാൽ സിഗ്ന കമ്പനി എപ്പോഴും വന്നിട്ട് ഒരു 99.9% ക്ലെയിം റേഷ്യോ കീപ്പപ്പ് ചെയ്യുന്നൊരു കമ്പനിയാണ്. എപ്പോഴും തുടർന്ന് പോകുന്നൊരു കമ്പനിയാണ്. അത് എല്ലാ 3 മാസവും ഇത് വന്നിട്ട് അപ്ഡേറ്റ് ആകുന്നൊരു കണക്കാണ്. ഇപ്പോൾ കറൻ്റ്ലി അവരുടെ ക്ലെയിം റേഷ്യോ വന്നിട്ട് 99.9% ആണ്.
സോ അതാണ് അവരുടെ ക്ലെയിം റേഷ്യോ. പിന്നെ കവറേജസ് എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു 8-10 കീ കവറേജസ് ഉണ്ട്. അതിൽ മെയിൻ കവറേജ് വന്നിട്ട് റൂം റെൻറ്റ് കവറേജ്. സോ റൂം റെൻറ്റ് കവറേജ് വന്നിട്ട് സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് അവർ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലുള്ള ഏത് ഹോസ്പിറ്റലാണോ ആ ഹോസ്പിറ്റലിലുള്ള സിംഗിൾ പ്രൈവറ്റ് AC റൂം വരെയുള്ള മാക്സിമം സിംഗിൾ പ്രൈവറ്റ് AC റൂം, അതിന് താഴെയുള്ളത് നമുക്ക് എടുക്കാം. സിംഗിൾ പ്രൈവറ്റ് AC റൂം വരേക്കുള്ള റൂം നമ്മൾ എടുത്ത് അവിടെയാണ് തങ്ങുന്നതെങ്കിൽ ആ എമൗണ്ട് അതിൽ വരുന്ന ചിലവുകളെല്ലാം വന്നിട്ട് നമ്മുടെ കവറേജ് എമൗണ്ടിൽ കവറാകും. പിന്നെയുള്ളത് റീസ്റ്റോറേഷൻ കവറേജ് ആണ്. റീസ്റ്റോറേഷൻ കവറേജ് എന്നാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വാങ്ങുന്ന പോളിസിയിൽ 5 ലക്ഷം രൂപ കവറേജ് വെച്ച് നമ്മൾ പോളിസി വാങ്ങുവാണെങ്കിൽ ആ പോളിസിയുടെ ആ കവറേജ് എമൗണ്ട് വന്നിട്ട് നമുക്ക് 1 വർഷത്തേക്കായിട്ട് കൊടുക്കുന്ന കവറേജ് എമൗണ്ട് അല്ല. അതായത് ഒരു സെറ്റിൽമെൻറ്റ് എമൗണ്ടാണ്, ഒരു ക്ലെയിം സെറ്റിൽമെൻറ്റ് എമൗണ്ടാണ് 5 lakhs. അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പോയി ക്ലെയിം ചെയ്തു, ഇന്ന് പോയി ഒരു 5 ലക്ഷം ക്ലെയിം ചെയ്തിട്ട് നാളെ നമുക്ക് മറുപടി പിന്നെയും നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നാളെയും പോയി നമുക്ക് ക്ലെയിം ചെയ്യാം. അതാണ് റീസ്റ്റോറേഷൻ കവറേജ്. എന്നാന്ന് വെച്ചാൽ അവർ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. റീഫിൽ ഓപ്ഷൻ ഉണ്ട്. 5 ലക്ഷത്തിൽ നിങ്ങൾ എത്രയാണ് യൂസ് ചെയ്യുന്നത്, 2 ലക്ഷമാണോ 3 ലക്ഷമാണോ, ഇല്ല മാക്സിമം 5 ലക്ഷം വരേക്കും നമുക്ക് ക്ലെയിം ചെയ്യാം. സോ മാക്സിമം ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് നാളെ തിരിച്ച് നമുക്ക് മറുപടി ആ ക്ലെയിം സെറ്റിൽമെൻറ്റ് കഴിയുമ്പോൾ പിന്നെയും അവരത് റീഫിൽ ചെയ്യും ആ എമൗണ്ട്. സോ അതാണ്. പിന്നെയുള്ളത് റിന്യൂവൽ ബോണസാണ്. റിന്യൂവൽ ബോണസ് എല്ലാ വർഷവും നമുക്ക് തരുന്നതായിരിക്കും. സോ എല്ലാ വർഷവും തരത്തില്ല, ഒരു വർഷം അപ് ടു 5 lakhs. അതായത് സം ഇൻഷോർഡ് എമൗണ്ട്, അതായത് സം ഇൻഷോർഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ കവറേജ് എമൗണ്ടിൻ്റെ 100% നമുക്ക് ബോണസായിട്ട് കൊടുക്കും. അത് ക്ലെയിം ചെയ്താലും ചെയ്തില്ലെങ്കിലും നെക്സ്റ്റ് ഇയർ നിങ്ങൾ റിന്യൂ ചെയ്യുമ്പോൾ ആ ബോണസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെയുള്ളത് പിന്നെ അടുത്ത പോയിന്റ് വന്നിട്ട് പേയ്മെൻറ്റ് ഒന്നുമില്ല ഈ പ്ലാനിൽ. 100% കമ്പനി പേ ചെയ്യും. നിങ്ങളൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല, കയ്യിൽ നിന്നൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ആകത്തില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, നമുക്കെല്ലാവർക്കും കേട്ടിട്ടുള്ളതായിരിക്കും. നോൺ മെഡിക്കൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ യൂസ് ആൻഡ് ത്രോ ഐറ്റംസ് ഉണ്ടല്ലോ, കൺസ്യൂമബിൾസ്, ഗ്ലൗസ്, മാസ്ക്, സിറിഞ്ച്, അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഒരു പ്ലാനിലും കവർ ആകത്തില്ല. ചില പ്ലാനിലേ കവർ ആകത്തുള്ളൂ. അത് സ്റ്റാറിൻ്റെ സൂപ്പർ സ്റ്റാർ, പിന്നെ സ്റ്റാറിൽ അഷ്വർ പ്ലാന്, HDFC ERGOയുടെ ഒരു പ്ലാന്, ഇങ്ങനെയുള്ള ചില പ്ലാനുകൾ മാത്രമേ ഉള്ളൂ ഇത് വന്നിട്ട് ഇൻബിൽറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നോൺ മെഡിക്കൽ ഐറ്റംസ്. സോ നമ്മളിപ്പോൾ മണിപ്പാൽ സിഗ്ന സർവ്വപരത്തിൽ വന്നിട്ട് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കെട്ടി തന്നെ നമുക്കിത് നോൺ മെഡിക്കൽ ഐറ്റംസ് കവർ ചെയ്യണം. അപ്പോഴേ നമുക്ക് വന്നിട്ട് 100% കവർ ആകത്തുള്ളൂ. കാരണം എങ്ങനെ പോയാലും ഒരു 3 to 4% ബില്ലിൻ്റെ ഒരു 3 to 4% വന്നിട്ട് നമുക്ക് നോൺ മെഡിക്കൽ ഐറ്റംസ് നമ്മൾ കയ്യിൽ നിന്ന് പേ ചെയ്യുന്ന പോലെ വരും എങ്ങനെ പോയാലും. സോ അടുത്ത കവറേജ് വന്നിട്ട് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് വന്നിട്ട് 90 days ഉണ്ട് ഈ പ്ലാനിൽ. ഇതെന്നാന്ന് വെച്ചാൽ നമുക്ക്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു ഡിസീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പനിയുണ്ട്, നമുക്ക് പനിയായിട്ട് നമ്മളിപ്പോൾ ആശുപത്രിയിൽ പോയി നമ്മൾ മരുന്ന് മേടിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾ മരുന്ന് മേടിച്ചിട്ട് വീട്ടിൽ പോക്കോ, അഡ്മിറ്റ് ആകേണ്ട ആവശ്യമില്ല, മരുന്ന് കഴിച്ച് നോക്ക്, 2 ദിവസം കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ ഒന്നും കൂടെ വരാൻ പറയും. സോ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മറുപടിയും പോകും, നമുക്ക് ശരിയായില്ല, ക്യൂർ ആയില്ലെങ്കിൽ നമ്മൾ മറുപടിയും പോയി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ വന്നിട്ട് നമുക്ക് ഡോക്ടർ പറയുകയാണ്, വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾ നോക്കണ്ട, അഡ്മിറ്റ് ആയിക്കോ, 2 ദിവസം അഡ്മിറ്റായി, നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ ശരിയാവുമെന്ന് പറയും. സോ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ ആദ്യം പോയി 2 ദിവസം മുന്നേ പോയി ഡോക്ടറെ കണ്ടത്, ചെക്കപ്പ് എടുത്തത്, മരുന്ന് മേടിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് വന്നിട്ട് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാം. അതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ്. ഇപ്പോൾ ഇത് ഒക്ടോബർ മാസമല്ലേ, ഈ ഒക്ടോബർ മാസത്തിൽ നമ്മൾ അഡ്മിറ്റ് ആകുവാണെങ്കിലും ഏതെങ്കിലും ഒരു കേസിന് വേണ്ടി അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതിന് മുന്നേ ഉള്ള 3 മാസത്തെ കാര്യങ്ങളെല്ലാം, 3 മാസം നമ്മൾ ചെയ്ത ചിലവുകളെല്ലാം, മെഡിക്കൽ ചിലവുകളെല്ലാം നമുക്ക് വന്നിട്ട് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്തെടുക്കാം. അതായത് ബില്ല് കൊടുത്ത് നമുക്ക് ക്ലെയിം ചെയ്യാം. സോ അങ്ങനെ ഒരു ഓപ്ഷനാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ്. അടുത്ത് വന്നിട്ട് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം പിന്നെയും നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ചിലവുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 6 മാസത്തേക്ക് മരുന്ന് കഴിക്കണം, ചെക്കപ്പ് എടുക്കണം, ഡോക്ടറെ കാണണം, ഇതിനെല്ലാം നമുക്ക് ചിലവ് വരും. ഈ ചിലവുകളെല്ലാം കമ്പനി പേ ചെയ്യും. അതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ്. പിന്നെയുള്ളത് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 24 hours-നുള്ളിൽ കവറാകുന്ന, 24 hours-നുള്ളിൽ കംപ്ലീറ്റ് ആകുന്ന ട്രീറ്റ്മെൻറ്റ് ആണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കീമോതെറാപ്പി, ഡയാലിസിസ്, ഫിസിയോതെറാപ്പി, ലേസർ സർജറീസ്, ഇപ്പോൾ കണ്ണിന് കാറ്ററാക്റ്റ് ഒക്കെ ചെയ്യുന്ന ലേസർ സർജറി, കിഡ്നി സ്റ്റോണിൽ ലേസർ സർജറി, ഇങ്ങനെയുള്ള മൈനർ സർജറികൾ, ഇതെല്ലാം നമ്മളൊരു 3 hours 4 hours
അല്ലെങ്കിൽ മാക്സിമം പോയ 12 hours 24 hours ആണ് ഇതിന് മാക്സിമം സമയം പറയുന്നത്. 24 hours കംപ്ലീറ്റ് ആകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് വന്ന് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാം, ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എല്ലാം. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം, വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് up to 5 lakhs, അതായത് up to sum insured, നമ്മൾ എത്രയാണോ കവറേജ് എമൗണ്ട് വെക്കുന്നത് അത്രയും കവറേജ് എമൗണ്ട് നമുക്ക് ചെയ്യാം. ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറയുകയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ വരണ്ട, വീട്ടിലിരുന്നോ, ഞങ്ങൾ ഇടയ്ക്ക് നേഴ്സിനെയോ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഡോക്ടർമാർ ആരെങ്കിലും വന്ന് നോക്കാം, നിങ്ങൾ വീട്ടിലിരുന്നോ എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെയുള്ള ക്ലെയിമിങ് വന്നിട്ട് ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് അവരെ ക്ലെയിം ചെയ്തോളും. നിങ്ങൾ ഹോസ്പിറ്റലിൽ അല്ല വീട്ടിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അതാണ് ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം. പിന്നെ അടുത്തത് വന്നിട്ട് ആംബുലൻസ് ചാർജസ് അപ് ടു സം ഇൻഷുർഡ് വരെയും നമുക്ക് ക്ലെയിം ചെയ്യാം. അതായത് നമ്മൾ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നതും തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വിളിച്ച് വീട്ടിൽ വരുന്നതെല്ലാം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. പിന്നെ ഉള്ളത് വന്നിട്ട് മിഡ് ഇയർ മെമ്പർ അഡീഷൻ. ഇപ്പോൾ ഇൻഡിവിജ്വൽ പേഴ്സൺ പോളിസി എടുക്കുകയാണെങ്കിൽ ആ പേഴ്സൺ വന്നിട്ട് അദ്ദേഹം കല്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ല ഭർത്താവിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ലേഡി ആണെങ്കിൽ അവരുടെ ഭർത്താവിനെയോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 90 ദിവസത്തിന് ആഡ് ചെയ്യാം. അതിന് ചിലപ്പോൾ ചില സമയങ്ങളിൽ അവർ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്തെ പ്രീമിയം മേടിക്കും. ചിലപ്പോൾ റിന്യൂവൽ ടൈമിലായിരിക്കും പ്രീമിയം നമുക്ക് ആഡായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കപ്പിൾസ് അവർക്ക് ഇടയിൽ കുട്ടി ജനിക്കുവാണെങ്കിൽ കൊച്ചിനെ വന്നിട്ട് നമുക്ക് 90 ദിവസം കഴിഞ്ഞ് ആഡ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അതാണ് മിഡ് ഇയർ മെമ്പർ എഡിഷൻ. പിന്നെ വന്നിട്ട് ഫ്രീ ഹെൽത്ത് ചെക്കപ്പ് ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. ഹെൽത്ത് ചെക്കപ്പ് വൺസ് എവറി ഇയർ, എല്ലാ വർഷവും ഒരു പ്രാവശ്യം നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് കിട്ടും. അതുപോലെ തന്നെ ഈ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതായത് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ. നമ്മൾ ഇപ്പോൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയുന്നതൊന്നും നമുക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നമുക്ക് കമ്പനിയോട് പറഞ്ഞാൽ, അതായത് പോളിസി ബസാർ വഴിയാണ് ഇത് ചെയ്തു കൊടുക്കുന്നത്. പോളിസി ബസാറിൽ ഒരു റിലേഷൻഷിപ്പ് മാനേജർ അസൈൻ ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പോളിസി ആക്ടിവേഷൻ ആയതിനു ശേഷം റിലേഷൻഷിപ്പ് മാനേജർ അസൈൻ ആകും. ആ മാനേജർ വഴി നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്ത് തരും. അത് മോസ്റ്റ്ലി എപ്പോഴും വന്നിട്ട് അപ്പോളോ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സുമായിട്ടായിരിക്കും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും റിന്യൂവൽ ടൈമിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ഉണ്ട്. ഈ പ്രീമിയത്തിൽ ഏകദേശം 2.5% ആണ് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് വരുന്നത്. അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് വരത്തില്ല, കാരണം ഇത് 0 വെയിറ്റിംഗ് പീരീഡ് പ്ലാനാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അതായത് നോർമൽ വെയിറ്റിംഗ് പീരീഡ് ഈ പ്ലാനിൽ ആപ്ലിക്കബിൾ അല്ല. ഈ പ്ലാനിലെ എല്ലാ വിഷയങ്ങൾക്കും എന്ത് കേസാണെങ്കിലും പോളിസി ആക്ടിവേഷൻ ആയതിനു ശേഷം വരുന്ന എല്ലാ ഡിസീസുകളും ഉടനെ നിങ്ങൾക്ക് കവറാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അഡീഷണലായിട്ട് ആൾട്ടർനേറ്റീവ് മെഡിസിൻ കവറാകും. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ എല്ലാം കവർ ചെയ്ത് കൊടുക്കും. പക്ഷേ ഒരേ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റലാണെങ്കിൽ ആ ഹോസ്പിറ്റൽ ഓതറൈസ്ഡ് ഹോസ്പിറ്റൽ, ലൈസൻസ്ഡ് ഹോസ്പിറ്റലായിരിക്കണം. അങ്ങനെ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ കമ്പനി വെക്കുന്നുള്ളൂ. ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ എല്ലാം ഏത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഇങ്ങനൊരു ഡിമാൻഡുണ്ട്. പിന്നെ കൺസ്യൂമർ കവറേജ്, അത് തന്നെ ഞാൻ പറഞ്ഞത്, കൺസ്യൂമർ നോൺ മെഡിക്കൽ ഐറ്റംസ് വന്നിട്ട് ഇതിൽ കവറാകത്തില്ല. എക്സ്ട്രാ ഒരു റൈഡറായിട്ട് ആഡ് ചെയ്ത് വേണം എടുക്കാൻ. അതാണ് ഇതിൻ്റെ അകത്തെ കാര്യം. അതുപോലെ തന്നെ അടുത്ത കവറേജ് വന്നിട്ട് ഡൊമസ്റ്റിക് ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ ആംബുലൻസ് കവറേജ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു സിറ്റി വിട്ട് വേറൊരു സിറ്റിയിലേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതായത് ഇപ്പോൾ കൊച്ചിയിലുള്ള ഒരു പേഷ്യൻറ്റിനെ പെട്ടെന്ന് തിരുവനന്തപുരം അപ്പോളോയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എയർ ആംബുലൻസ് കവറേജ് എടുത്ത് നമുക്കിത് ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ തന്നെ. അങ്ങനെ ഒരു കവറേജ് ഈ പ്ലാനിലുണ്ട്, ഡൊമസ്റ്റിക് ഇവാക്യുവേഷൻ. പക്ഷേ അതും റൈഡറാണ്. ആ റൈഡർ ആഡ് ചെയ്താലേ നമുക്കിത് ആഡാകത്തുള്ളൂ. ഇൻബിൽറ്റായിട്ട് വരുന്നതല്ല, നമുക്ക് എക്സ്ട്രാ റൈഡർ ആഡ് ചെയ്ത് ചെയ്യാം. പിന്നെ കവർ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചാർജസ് എല്ലാം കവറാകും. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചാർജസ് എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കിഡ്നി അല്ലെങ്കിൽ ഹാർട്ട് അങ്ങനെയുള്ള ഓർഗൻസ് മാറ്റി വെക്കുന്ന ഏതെങ്കിലും സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. പക്ഷേ ഇതിനകത്തൊരു ഡിമാൻഡുണ്ട്, ഇതിനകത്തൊരു ഒരേ ഒരു ഇതുണ്ട്. അതായത് റിസീവറുടെ ഇൻഷുറൻസ് വെച്ചിട്ട് ഡോണറുടെ സർജറി ചിലവുകളും റിസീവറുടെ സർജറി ചിലവുകളെല്ലാം കവറാകും. പക്ഷേ ഡോണറിൽ നിന്ന് നമ്മളിപ്പോൾ കിഡ്നി വിലയ്ക്ക് വാങ്ങുവാണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും കവർ ചെയ്യത്തില്ല. അതുമാത്രം ഒരിക്കലും കവർ ചെയ്യത്തില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പട്ടി കടിക്കുന്ന, പൂച്ച കടിച്ചിട്ടുള്ള എടുക്കുന്ന വാക്സിനേഷൻ, ആനുവൽ വൈറ്റ് വാക്സിനേഷൻ, ഇത് ഈ പ്ലാനിൽ കവറാകുന്നതേ അല്ല. പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റുകളൊന്നും ഈ പ്ലാനിലില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് 0 വെയിറ്റിംഗ് പീരീഡ് ആണ്. ആ ഒരു
സീറോ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് പോളിസി എടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പോളിസി എടുക്കുന്ന സമയത്ത് ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും പോളിസി എടുക്കുന്നവരോട് പറയാതെ പോളിസി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്കൊരു സംഭവം നടന്നു. അതായത് എൻ്റെ ഒരു കൊളീഗിൻ്റെ കസ്റ്റമർ, പുള്ളി ഒരു 6 മാസം മുന്നേ ഒരു ഇൻഷുറൻസ് വാങ്ങിച്ചിരുന്നു, മണിപ്പാൽ സിഗ്ന സർവ്വപരം, ഇതേ സെയിം പ്ലാൻ വാങ്ങിച്ചിരുന്നു. പുള്ളിക്ക് അപ്പോൾ അതിന് മുന്നേ എപ്പോഴും ഒരു ആക്സിഡൻ്റ് ആയി, ഒരു ഫ്രാക്ചർ ആയിട്ട് കാലിനകത്ത് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാ സംഭവിച്ചതെന്നു വെച്ചാൽ, പുള്ളി എടുക്കുന്ന സമയത്ത് പുള്ളിക്ക് ഡയബറ്റീസ് പേഷ്യൻ്റാണ്, പുള്ളിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗറിന് പുള്ളി മരുന്ന് എടുക്കുന്നതാണ്, പിന്നെ മെഡിസിൻ കഴിക്കുന്ന, മാത്രമേ ഗുളിക കഴിക്കുന്നതാണ്. പക്ഷേ പുള്ളി എന്നാന്ന് വെച്ചാൽ ഈ ഡയബറ്റീസ് ഉള്ള വിഷയം പുള്ളി മറച്ചു വെച്ചിട്ട് എന്നാന്ന് വെച്ചാൽ പോളിസി എടുത്ത് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഈ കസ്റ്റമർ വന്നിട്ട് ഫിസ്റ്റുല വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ശരീരത്തിനുള്ളിലൊരു മുറിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മുറിവ് കരിയാതെ കിടക്കണമെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മൂലം ഫിസ്റ്റുല വരാൻ സാധ്യതയുണ്ട്. സോ ഈ ഫ്രാക്ചറായ കാലിൽ കമ്പി ഇട്ടിരിക്കുന്നത് കൊണ്ടും ഇദ്ദേഹത്തിന് ഷുഗർ ഉള്ളതുകൊണ്ട് ഇത് കരിയാതെ ഉള്ളിൽ തന്നെ കരിയാതെ കിടക്കുകയാണ്. ഈ ഷുഗറുള്ള കാരണത്തിനാണ് ഇത് കരിയാതെ, അതുമൂലം പുള്ളിക്കൊരു ഫിസ്റ്റുല വന്നത്. അങ്ങനെ ആ ഫിസ്റ്റുലയ്ക്ക് വേണ്ടി പുള്ളി ക്ലെയിമിന് പോയപ്പോൾ ക്ലെയിം റിജക്റ്റ് ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ, പോളിസി എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഷുഗറുള്ള കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പുള്ളിക്ക് പറ്റിയൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡയബറ്റീസിനെ പറ്റി മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ ഒരു വിഷയം കാണിച്ചുകൊണ്ട് അവർ ആ പോളിസി റിജക്റ്റ് ചെയ്യുക ചെയ്തത്. സോ നമ്മളെപ്പോഴും പോളിസി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, എന്ത് അസുഖമായിരുന്നാലും ആ അസുഖം പറഞ്ഞ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ. കാരണം ആ ഡിസീസ്, അതായത് ആ അസുഖത്തെ സംബന്ധിച്ച് ആ അസുഖം കവറാകുന്ന പോലുള്ള പോളിസികൾ അപ്പോഴാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് പോളിസി ബസാർ വഴി ഞാൻ പോളിസി ബസാറിലെ റിലേഷൻഷിപ്പ് മാനേജറാണ്. ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ഫസ്റ്റ് കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ ചെയ്ത് കസ്റ്റമറിൻ്റെ എന്തെങ്കിലും ഡിസീസ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അതിൽ ബേസ് ചെയ്തിട്ട് വേണം ഒരു ഇൻഷുറൻസ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ സജസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ ഭാവിയിൽ അത് കസ്റ്റമറിന് ഗുണം ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അമീർ അലി എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ ഫേസ്ബുക്കിൽ പുള്ളിയുടെ വീഡിയോ ഉണ്ടാകും. പുള്ളിക്ക് ടാറ്റ ഏജിൽ എന്തോ പ്രശ്നമുണ്ടായി. ആദിത്യ പിള്ള അദ്ദേഹത്തിന് ഒരു ഇൻഷുറൻസ് ഉണ്ട്, അതുവഴി അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ലായിരുന്നു. അത് പെട്ടെന്ന് പിന്നെ ടാറ്റ ഏജി എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇൻഷുറൻസ് വഴി എന്തോ ക്ലെയിം ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ക്ലെയിം ആയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കാരണം അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ മോസ്റ്റ്ലി അത് കമ്പനിയുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് പോളിസി എടുത്തു കൊടുത്തൊരു ഏജൻറ്റാണ്. ആ ഏജൻറ്റ് വഴി എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഒരു സെയിലിന് വേണ്ടി മിക്ക ഏജൻറ്റുമാരും പല കാരണങ്ങളും മറച്ചു വെച്ചിട്ട് ഇൻഷുറൻസ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാതെ ഇൻഷുറൻസ് എടുക്കാതിരിക്കുക. എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ട് ഇൻഷുറൻസ് എടുത്താൽ ഏറ്റവും ബെറ്റർ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ കവറേജുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നോർമൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് കഴിയാതെ നിങ്ങൾക്കൊന്നും കവറാകത്തില്ല. അതും ശ്രദ്ധിക്കുക. കാരണം വെയിറ്റിംഗ് പീരീഡിനുള്ളിൽ പോയിട്ട് നിങ്ങൾ പോയി എന്തെങ്കിലും കാരണത്തിന് വേണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നോക്കിയാൽ ക്ലെയിം ആകത്തില്ല. വെറുതെ ഇൻഷുറൻസ് കമ്പനിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ നിയമം. ഈ നിയമങ്ങളെല്ലാം പരിരക്ഷിക്കുന്നത് IRDA ആണ്. അവർ IRDA കീഴിൽ IRDAയുടെ അപ്രൂവലോടെയാണ് ഈ വെയിറ്റിംഗ് പീരീഡ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ ഒരിതുമില്ല. അത് കാരണം ഇൻഷുറൻസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നതാണ് വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ഏതായാലും വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.